എനിക്ക് ഇക്കനോടാണ് ചോദിക്കാനുള്ളത്. ഇക്ക പറഞ്ഞ് 61-ലും 67-ലും ഒരു കേസ് ഉണ്ടായെന്ന് പറഞ്ഞു, വക്കഫിനായിട്ട് അല്ല, ഫാറൂഖ് കോളേജിനായിട്ടാണ് ഈ നാട്ടുകാർ കേസ് ഉണ്ടായത്. അതിനകത്ത് വിധി വന്നത് ഈ ഭൂമി ഫാറൂഖ് കോളേജിൻ്റെതാണ്. എന്തോ ായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പ്രദേശവാസികളും ഫാറൂഖ് കോളേജുമായിട്ടുള്ള കേസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന്. ഈ ഭൂമി നിലവിൽ വന്ന് തന്നെ 1964 ഈ ഭൂമി ഇത് ഫാറൂഖ് കോളേജിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണെന്ന് ഫാറൂഖ് കോളേജിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണെന്നാണ് കോടതി വിധി വന്നത്. മനസ്സിലായത്? അതിനുശേഷം 75-ല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് അംഗീകരിക്കുകയും ഇത് ഒരു ഗിഫ്റ്റ് ഡീഡാണെന്ന് അതിനകത്ത് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. 11-ാമത്തെ പേജിൽ 11-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഈ കോടതി വിധിയൊക്കെ ബൈഹാർട്ടാണ്, മാത്രമല്ല വഖഫ് നിയമവും അല്ലേ. അതുപോലെ തന്നെ ഇത് ഈ 2 പ്രാവശ്യവും ഫാറൂഖ് കോളേജിന്റെ തന്നെയാണ് ഈ ഭൂമി ഉടമസ്ഥാവകാശം എന്നുള്ളത് തെളിഞ്ഞതിന് ശേഷം വഖഫ് ആക്ടിൽ ഒരു നിയമം പറയുന്നുണ്ട്, 7B എടുത്തു നോക്കുക. ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും കാരണത്താൽ എപ്പോഴെങ്കിലും ഒരു കോടതി വന്നിട്ടുണ്ടെങ്കിൽ ആ വിധി എന്താണോ അതിനനുസൃതമായിട്ടായിരിക്കണം ട്രൈബ്യൂണല് കേസ് എടുക്കേണ്ടത്, വഖഫ് ട്രൈബ്യൂണലിൽ കേസ് എടുക്കേണ്ടത്. ഈ ഭൂമിക്ക് വന്നേക്കണ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫാറൂഖ് കോളേജിന്റെ ഭൂമിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആയതിനാൽ അതിനെക്കുറിച്ച് പരിഗണിക്കാനുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലിൽ ഇല്ല. 7B വഖഫ് ആക്ട് ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. മുജീബ് റഹ്മാൻ പെട്ടെന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, അത് ശരിയല്ലേ? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നേരത്തെ 100% ശരിയല്ലേ? ബഹുമാനപ്പെട്ട പറവൂർ കോടതിയുടെയും അതേപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെയും ആ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് അത് വഖഫല്ല, അത് ഫാറൂഖ് കോളേജിൻ്റെതാണ്. അങ്ങനെയല്ലേ പറഞ്ഞ? ഈ ഫാറൂഖ് കോളേജിൻ്റെതാണ് എന്ന് പറയുന്നത് ഹൈക്കോടതി വിധിയിൽ ഗിഫ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരാമർശം ഞാൻ ഈ വായിച്ചത് അദ്ദേഹം എഴുതി കൊടുത്ത ആധാരമാണല്ലോ. ജഗന്നിയന്താവായ നാഥനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതി കൊടുത്ത വഖഫ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് അതല്ല. ഈ ഭൂമിയുടെ ഞാൻ എന്റെ ഞാനതിന് മറുപടി പറയട്ടെ. അദ്ദേഹം എന്നോടാണല്ലോ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വഖഫ് ഈ പറയപ്പെടുന്ന ഭൂമി ഫാറൂഖ് കോളേജിൻ്റെതാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഫാറൂഖ് കോളേജിന്റെ എങ്ങനെയാണ് ആയത്? ഫാറൂഖ് കോളേജിന് നേരത്തെ ഉള്ള ഭൂമി അല്ലല്ലോ. ഈ പറയപ്പെടുന്ന സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന മനുഷ്യൻ 1909 എഴുതി കൊടുത്തതിന്റെ പേരിലല്ലേ ഈ പറയുന്ന ഫാറൂഖ് കോളേജിന് അതിന്റെ ഉടമസ്ഥാവകാശം വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ സൂചിപ്പിക്കുന്നത് അത് ഗിഫ്റ്റ് ഡീഡാണ് എന്ന്. വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖ് കോളേജിന് ആ മനുഷ്യൻ ഈ പറയപ്പെടുന്ന നാഥനെ മുൻനിർത്തിക്കൊണ്ട് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡീഡ് വഖഫാണ്, അതിന് ഗിഫ്റ്റ് എന്നുള്ളതല്ല. ആ ഡീഡ് വഖഫാണ്. ഞാൻ വഖഫ് അല്ല, കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ ഈ ഭൂമിയുടെ 75-ലുള്ള കോടതി വിധിനെയാണ് സാർ ഇപ്പൊ ലംഘിക്കണത്. വഖഫ് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് ഡീഡാണെന്ന് കോടതി പറയുന്നു 75-ല്. മനസ്സിലായില്ലേ? അതിന്റെ ഉടമസ്ഥാവകാശം ഫാറൂഖ് കോളേജിലാണെന്നും പറയുന്നു. ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത് 7B എന്ന് ഉള്ള വഖഫ് ആക്ട് എന്താണ് എന്ന് നോക്ക്. അങ്ങനെയുള്ള ഉടമസ്ഥാവകാശം ഉള്ള വസ്തുവിനെ കുറിച്ച് ഇത് വഖഫ് ട്രൈബ്യൂണല് നിയമപരമായിട്ട് പരിഗണിക്കാൻ പാടില്ല കേസ്. ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലേ, ഇതില് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അഭിഭാഷകനൊന്നുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഈ നേരത്തെ പറഞ്ഞു ഫാറൂഖ് കോളേജിലെ കക്ഷിയല്ല ഈ പറയപ്പെടുന്ന ഈ പ്രദേശവാസികളും ഫാറൂഖ് കോളേജും തമ്മിലുള്ള പറവൂർ കോടതിയിലുണ്ടായ കേസ്. അത് പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ പോയി. അവിടെ കോടതി കണ്ടെത്തി അതിന്റെ ഉടമസ്ഥാവകാശം ഫാറൂഖ് കോളേജിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഫാറൂഖ് കോളേജിന് അതിന്റെ ഉടമസ്ഥാവകാശം കിട്ടാനുള്ള കാരണം അത് ഈ പറയപ്പെടുന്ന വ്യക്തി വഖഫ് ചെയ്തതിന്റെ പേരിലാണ്. ഇതിൽ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എനിക്കൊരു അല്പം സമയം തന്നെ സമയമില്ല, ആകെ 5 മിനിറ്റേ ഉള്ളൂ. അത് എനിക്ക് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ ഒരു നമ്മൾ തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പിലൊക്കെ അവസാനത്തെ ഘട്ടത്തിലൊക്കെ ഉണ്ടായതുപോലെ ഒരു ചർച്ച നടക്കുമ്പോൾ അവരൊരു ചോദ്യം എന്നോട് ഉന്നയിക്കുമ്പോൾ ഞാനതിന് മറുപടി പറയുമ്പോൾ ഈ പറയപ്പെടുന്ന സമൂഹവുമായി സംവാദത്തിന് വന്ന ആളല്ല ഞാൻ വന്നിട്ടുള്ളത്
അവരോടൊപ്പമാണ്. അവരോടൊപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിയിറക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന, അതല്ലെങ്കിൽ ഈ കുടിയിറക്കപ്പെടുമെന്ന് പേടിക്കുന്ന വഖഫ് ബോർഡിന്റെ നിയമത്തിന്റെ അനുസരിച്ച് കൊണ്ടുള്ള ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ചതിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഒരു സെക്കൻഡ്, അതുമായി അല്ല, ആ സമരത്തിലുണ്ടാകുന്ന ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പറയാനുണ്ട്. ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് ഉയർന്നു വരുന്നത് ഈ പറയപ്പെടുന്ന പാവപ്പെട്ടവരുടെ പ്രശ്നത്തെക്കാൾ ആ പ്രശ്നം മുൻനിർത്തിക്കൊണ്ടുവരുന്നത് വഖഫ് നിയമം. കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ് ഇവിടുത്തെ മുസ്ലിങ്ങളോടുള്ള അവരുടെ സമീപനം ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്താണ് ഈ പറയപ്പെടുന്ന കേന്ദ്രം ഭരിക്കുന്ന BJP നാട്ടിലൊരു ഡ്രക്കോണിയൻ നിയമം, ഒരു ലോ ഉണ്ടെങ്കിൽ അത് ഭേദഗതി ചെയ്യാൻ ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാർ ഇറങ്ങും. സമീപനത്തെ കുറിച്ച് അതിനെ വർഗീയമായിട്ട് കാണുന്നത് അല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി എത്ര കാലമായി ഇന്ത്യയിൽ ഭരിക്കുന്നു? ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നു? നിങ്ങളൊക്കെ അതല്ലേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ല, നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നു. പൗരത്വ നിയമം കൊണ്ടുവന്ന സമയത്ത് അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്. ഗവൺമെന്റ് ഞാൻ പറയുന്നത് എന്താന്ന് കേട്ടാലല്ലേ ആങ്കർക്ക് അത് മനസ്സിലാവും. കേന്ദ്ര ഗവൺമെന്റ് വഖഫ് നിയമം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന, ഇപ്പൊ JPC മുന്നിൽ ആ വിഷയമുണ്ട്. ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ റദ്ദ് ചെയ്യാനല്ല, വഖഫ് നിയമം അതന്നെ നിലവിലുള്ള അതിന്റെ ഈ ഭേദഗതി എന്നുള്ള അവസരത്തിൽ തന്നെ അതിനെ ഈ പറയപ്പെടുന്ന രീതിയിൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ശ്രമം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൂടുതൽ ബലം നൽകത്തക്ക രീതിയിലേക്ക് നമ്മുടെ സമരപ്പന്തലിൽ നിന്ന് അതിന് ശക്തമായ പ്രതിഷേധം മുസ്ലിം സമുദായത്തിനുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പ്രശ്നത്തിൽ ഒരു സംശയവുമില്ല. അവരെ കുടിയിറക്കാൻ പാടില്ല എന്നും അവരുടെ റവന്യൂ അവകാശം സ്ഥാപിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരിക്കലും അവരെ ഇറക്കി വിടണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. താങ്കളുടെ ആ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്തു. അത് വേണം, അതാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. യെസ്, പെട്ടെന്ന് റോയ്. അദ്ദേഹം തന്നെ ആ ഒരു ചർച്ച ആ ഒരു ഘട്ടത്തിലോട്ട് കൊണ്ടുവന്നതായി. ഇവര് പറയുന്നത് ഇവിടെ കുറെ മറ്റു മനുഷ്യരും പറയുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ള വഖഫ് നിയമവും അമെൻഡ് ചെയ്യേണ്ടതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. സാറേ, നിസാർ കമ്മീഷനെ കുറിച്ച് സാറ് പറയുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. നിസാർ കമ്മീഷനിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് 21 പ്രോപ്പർട്ടീസാണ് അവർ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ്. മുനമ്പം ഒഴികെ മറ്റുള്ള ഒരു പ്രോപ്പർട്ടിയുടെയും വിവരം ലഭ്യമല്ല. അത് ഒന്നാമത്തെ ചോദ്യം. ഇനി നിസാർ കമ്മീഷൻ എന്തിനാണ് ബേസ് ചെയ്തിരിക്കുന്നത്? 2013-ലെയും 1995-ലെയും വഖഫ് നിയമങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇത് വഖഫ് ബോർഡിനോട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും മനുഷ്യരെ കുടിയിറക്കാൻ പറ്റില്ല എന്ന് താങ്കൾ പേടിയാണ്. ഞങ്ങൾക്ക് പേടിയില്ല സാറേ, കുടിയിറക്കാൻ നിങ്ങൾ ആര് ശ്രമിച്ചാലും നടക്കില്ല. അത് ഈ ജനതയുടെ ശബ്ദമായിട്ട് ഇവിടെ പറയാണ്. നിങ്ങൾ ആര് വിചാരിച്ചാലും ഈ ജനത ഇവിടുന്ന് കുടിയിറങ്ങില്ല. അങ്ങനെ കുടിയിറക്കാൻ വരുന്നവര് അറബിക്കടലിലായിരിക്കും.